എല്ലാവർക്കും മാത്സ് 6ന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മാത്സ് 6 ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് 10th ICC വിദ്യാർത്ഥികളുടെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഒരു ക്ലാസ് ആണ്. നമ്മൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് മുൻപേ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത ക്ലാസ്സസ് നിങ്ങൾ നന്നായിട്ട് കാണുക. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ICCയുടെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന സെക്ഷനകത്ത് വരുന്ന ഒരുപാട് പ്രോബ്ലംസ് ആണ്, മാക്സിമം പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം സെയിം ടൈപ്പ് പ്രോബ്ലംസ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വരുന്ന നിങ്ങൾ തന്നെ ഫോളോ ചെയ്യണം. ടെസ്റ്റ് പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചിരുന്നു. അപ്പോൾ ആ ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നിവിടെ തന്നിരിക്കുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്യുന്നത്. പ്രൂവ് ദാറ്റ് cos A by 1 minus tan A plus sin A by 1 minus cot A equal to cos A plus sin A. ഇവിടെ LHS ഉണ്ട്, RHS ഉണ്ട്. LHS RHS ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. ഞാനിവിടെ LHS എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ cos A by 1 minus tan A plus sin A by 1 minus cot A എന്ന് പറയുന്നതാണ് എന്ത് LHS അല്ലേ. അപ്പൊ ഇതിനെ ഞാൻ എടുത്തിട്ട് ഈ tan A ക്ക് പകരം നമുക്ക് എന്നിട്ട് കൊടുക്കാം sin A by cos A എന്നിട്ട് കൊടുക്കാം. cot A ക്ക് പകരം cos A by sin A എന്നിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. നോക്കി ഈക്വൽ ടു cos A by 1 minus tan A ക്ക് പകരം എന്നിട്ട് കൊടുക്കാം sin A by cos A. sin A by cos A plus sin A അതുപോലെ എഴുതി by 1 minus cot A. 1 minus cot A ക്ക് പകരം cos A by sin A. cos A by sin A. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അടുത്ത നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ ആൻസർ തരുന്നത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലയർ ഈക്വൽ ടു cos A. ന്യൂമറേറ്റർ ഒന്നും ചെയ്തില്ല, അതുപോലെ തന്നെ എഴുതി cos A അതുപോലെ എഴുതി 1 minus sin A by cos A. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? cos A into 1 cos A minus sin A by cos A പ്ലസ് ഇനി ഇവിടെ ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിനകത്ത് വരുന്ന sin A അതുപോലെ തന്നെ എഴുതി sin A by sin A into 1 sin A minus cos A by sin A. നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പം ഈ താഴെ കിടക്കുന്ന cos A ന് മേളിൽ പോകുമ്പോൾ എന്താവും? cos സ്ക്വയർ ആകും. അതുപോലെ ഇവിടുത്തെ താഴെ കിടക്കുന്ന സൈന് അങ്ങ് മേളിൽ പോകുമ്പോൾ ആ സൈൻ സ്ക്വയർ ആകും അല്ലേ. എഴുതാം ഈക്വൽ ടു cos സ്ക്വയർ ആയി. ഇതിങ്ങനെ cos സ്ക്വയർ ആയ ഈ കോസിന് മേടി വന്നു കേട്ടോ. അപ്പൊ cos സ്ക്വയർ ആയി. cos സ്ക്വയർ ബൈ താഴെ നിന്നുണ്ട് cos A മൈനസ് sin A. cos A മൈനസ് sin A പ്ലസ് അതുപോലെ തന്നെ എഴുതി sin A മേളിൽ പോകുമ്പോൾ എന്താവും? സൈൻ സ്ക്വയർ ആവും അല്ലേ. സൈൻ സ്ക്വയർ ആയി ബൈ sin A മൈനസ് cos A. എപ്പോഴും മനസ്സിലാണ് നമുക്ക് ഇവിടെ കിട്ടേണ്ടതാണ് cos A പ്ലസ് sin A എന്ന് പറയുന്നതാണ്. നമ്മൾ ഈ LHSനെ cos A പ്ലസ് sin A എന്ന് പറയുന്ന വാല്യൂണ് കിട്ടുന്നത്. ഇപ്പൊ ചാടി കയറി cos സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ഈക്വൽ ടു 1 അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒന്നും വരരുത് കേട്ടോ. പെട്ടെന്ന് കാണാൻ വേണ്ടി അങ്ങനെ ആണെന്ന് ചിന്തിക്കരുത്. അപ്പൊ നമ്മൾ നോക്കി ഇവിടെ ഡിനോമിനേറ്റർ ഇവിടെ cos A മൈനസ് sin A, ഇവിടെ എന്താണ് sin A മൈനസ് cos A അല്ലേ. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഡിനോമിനേറ്റർ ഒന്ന് സെയിം ആക്കാം. സെയിം ആക്കി നോക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പോൾ എന്താവും? ഇവിടുന്ന് ഒരു മൈനസ് അല്ലെ, ഈ ഒരു മൈനസ് ഇനി പുറത്തെടുക്കാം. മൈനസ് പുറത്തെടുക്കുമ്പോൾ എന്താവും? ഇവിടെ ഒന്നും മാറ്റമൊന്നുമില്ല. cos സ്ക്വയർ ബൈ cos A മൈനസ് sin A. ഓക്കെ, ഇവിടെ ഒരു മാറ്റമില്ല. ഇവിടുന്ന് ഒരു മൈനസ് പുറത്തെടുക്കുമ്പോൾ എന്താവും? ഈ പ്ലസ് മാറി മൈനസ് ആവും അല്ലെ. ഇവിടെ അകത്തും തരും അപ്പോ സൈൻ സ്ക്വയർ അല്ലേ. സൈൻ സ്ക്വയർ ആവും ബൈ ഈ പ്ലസ് സൈൻ എന്തായി മാറി? മൈനസ് സൈനായി. ഈ മൈനസ് കോസ് പ്ലസ് കോസ് ആയി മാറി. അപ്പൊ എന്തായി? കോസ് എ മൈനസ് സൈൻ എ. ഇപ്പൊ എന്തായി? ഡിനോമിനേറ്റർ സെയിം അല്ലേ. ഇവിടുത്തെ ഡിനോമിനേറ്റർ സെയിം ആയി. എങ്ങനെയാ? ഇവിടെ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ എന്താ ചെയ്തത്? ഒരു മൈനസിന് കോമൺ ആയിട്ട് എല്ലാത്തിനും മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ എല്ലാവരുടെയും സൈന് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും. അപ്പൊ നോക്കി ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് മേളിൽ കിടക്കുന്ന ന്യൂമറേറ്റേഴ്സ് തമ്മിൽ കുറച്ചാൽ പോരെ. അപ്പൊ cos സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എന്ന് വരും അല്ലേ. ബാലൻസ് അങ്ങോട്ട് എഴുതാം. cos സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ. cos സ്ക്വയർ
മൈനസ് സൈൻ സ്ക്വയർ എ ബൈ കോസ് എ മൈനസ് സൈൻ എ കോസ് എ മൈനസ് സൈൻ എ അതുപോലെ എഴുതാം അല്ലേ കോസ് എ മൈനസ് സൈൻ എ ഡിനോമിനേറ്റർ സെയിം അല്ലേ അതുപോലെ എഴുതി ന്യൂമറേറ്റർ തമ്മിൽ മൈനസ് ചെയ്തു. ഇപ്പൊ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഫോമില അല്ലേ എന്ന് വെച്ചാൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ എന്തായി മാറി? എയുടെ സ്ഥാനത്ത് കോസ് എ ബിയുടെ സ്ഥാനത്ത് സൈൻ എ. അപ്പൊ എ പ്ലസ് ബി ആകുമ്പോൾ കോസ് എ പ്ലസ് സൈൻ എ പ്ലസ് ബിക്ക് വരെ കോസ് എ പ്ലസ് സൈൻ എ ഇൻറ്റു എ മൈനസ് ബി ആകുമ്പോൾ കോസ് എ മൈനസ് സൈൻ എ കോസ് എ മൈനസ് സൈൻ എ. ഓക്കെ, താഴെ എന്താണ്? കോസ് എ മൈനസ് സൈൻ എ കോസ് എ മൈനസ് സൈൻ എ. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് തമ്മിൽ ക്യാൻസൽ ആകത്തില്ലേ? ബാലൻസ് എന്ത് വന്നു? കോസ് എ പ്ലസ് സൈൻ എ അല്ലേ ഈക്വൽ ടു കോസ് എ പ്ലസ് സൈൻ എ ഈക്വൽ ടു ആർ എച്ച് എസ് അല്ലേ? ആർ എച്ച് എസ് ചോദിച്ചിരുന്ന കാര്യം നമ്മൾ കണ്ടെത്തിയില്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് ബുദ്ധിമുട്ട് ചെയ്തില്ല. തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നന്നായിട്ട് നോക്കി എൽ എച്ച് എസ് എടുത്തു. എൽ എച്ച് എസിനകത്ത് കോസ് എ ബൈ 1 മൈനസ് ടാൻ എ എന്നാണ് കിടക്കുന്നത്. അതിന് നമ്മൾ ടാൻ എക്ക് പകരം സൈൻ എ ബൈ കോസ് എ ഇട്ടു. കോട്ടയ്ക്ക് പകരം കോസ് എ ബൈ സൈൻ എ ഇട്ടു. അതിനുശേഷം ആ വാല്യൂസ് ഇങ്ങോട്ട് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാണ്ട് ഈ കിടക്കുന്ന സെക്ഷൻ, ഈ ഡിനോമിനേറ്റർ സെക്ഷനകത്ത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു ഫോർമാറ്റിലോട്ട് നമുക്ക് കിട്ടി. അതിനുശേഷം വീണ്ടും വന്ന് കോസൈന് മേളിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ കോസ് സ്ക്വയർ ആയാൽ ഇവിടെ തെറ്റിപ്പോരും. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ഡിനോമിനേറ്റർ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, തെറ്റൊന്നും വരുത്തരുത്. എന്നിട്ട് നമ്മൾ ഡിനോമിനേറ്റർ നോക്കിയപ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ നമുക്ക് സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു വിഷയം അല്ലേ? അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഒരു മൈനസ് പുറത്തെടുത്തു. അപ്പൊ എന്തായി? ഡിനോമിനേറ്റർ ഒക്കെ സെയിം ആയി. കോസ് എ മൈനസ് സൈൻ ഇവിടെ വന്നപോലെ ഇവിടെ എന്തായി? കോസ് എ മൈനസ് സൈൻ ആയി. അപ്പൊ നമ്മൾ പിന്നെ കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഒരുമിച്ച് എഴുതാം. കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ ബൈ കോസ് എ മൈനസ് സൈൻ. ഈ കോസ് സ്ക്വയർ മൈനസ് സൈൻ സ്ക്വയർ എന്ന് പറയുന്ന ന്യൂമറേറ്റർ എന്താണ്? ഒരു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിലാണ് കിടക്കുന്നത്. അതിനെ നമ്മൾ മാറ്റി എ പ്ലസ് ബി എ മൈനസ് ബി ഫോർമാറ്റിലാക്കി. അപ്പൊ എന്തായി മാറി? കോസ് എ പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ മൈനസ് സൈൻ എ ക്യാൻസൽ ചെയ്തു. ആർ എച്ച് എസ് ഇട്ടിട്ട് കോസ് എ പ്ലസ് സൈൻ എ കിട്ടി. നമുക്ക് അടുത്ത ദിവസത്തിലോട്ട് പോകാം. അപ്പൊ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഇവിടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് പെട്ടെന്ന് തന്നെ പോയിന്റ് അതുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുകയാണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ എ ഈക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ റെസ്റ്റ് ടു 4a. അപ്പോൾ എൽ എച്ച് എസ് ആണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ എൽ എച്ച് എസ് കൺസിഡർ ചെയ്യാണ്. എൽ എച്ച് എസ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്ക് വളരെ പരിചിതമായ ഒരു സ്ക്വയർ റിലേഷന്റെ ഒരു ചെറിയ ബന്ധമുണ്ട്. ഇവിടെ 1 പ്ലസ് ടാൻ സ്ക്വയർ നടക്കുന്നത് അല്ലേ? ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ എനിക്ക് എങ്ങനെ എഴുതാം അറിയാം അല്ലെ? 1 പ്ലസ് ടാൻ സ്ക്വയർ എന്ന് പറയുന്നത് സീക് സ്ക്വയർ ആണ്. അപ്പൊ 1 പ്ലസ് ടാൻ സ്ക്വയർ വരെ ഞാൻ എന്ത് എടുത്തു? ഇതിന് പകരം സീക് സ്ക്വയർ എന്ന് എഴുതി, പ്ലസ് അതുപോലെ എഴുതി. 1 പ്ലസ് 1 ബൈ ടാൻ സ്ക്വയർ നടക്കുന്നല്ലേ? അപ്പൊ നമുക്കറിയാം 1 ബൈ ടാൻ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? 1 ബൈ ടാൻ നമുക്ക് കോട്ട് എന്ന് എഴുതാം അല്ലേ? അപ്പൊ 1 ബൈ ടാൻ കോട്ട് ആണെങ്കിൽ 1 ബൈ ടാൻ സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും? കോട്ട് സ്ക്വയർ ആയിരിക്കും. അപ്പൊ 1 ബൈ ടാൻ സ്ക്വയറിന് വരെ എന്ത് കൊടുത്തു? കോട്ട് സ്ക്വയർ എന്ന് കൊടുത്തു. അപ്പൊ എന്തായി മാറി? സീക് സ്ക്വയർ പ്ലസ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്നായി. ഞാൻ തന്നെ ഇവിടെ കിടക്കുന്ന ഈ 1 പ്ലസ് കോട്ട് സ്ക്വയർ 1 പ്ലസ് ഞാൻ ബ്രാക്കറ്റ് ഇട്ടില്ലായിരുന്നു, സോറി പറഞ്ഞു നോക്കി. അപ്പൊ 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും സ്ക്വയർ റിലേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് 1 പ്ലസ് കോട്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? കൊസീക്ക് എഴുതിക്കൂടെ? കൊസീക് സ്ക്വയർ എഴുതിക്കൂടെ? അപ്പം 1 പ്ലസ് കോട്ട് സ്ക്വയറേക്ക് നമുക്ക് എന്ത് കൊടുക്കാം? കൊസീക് സ്ക്വയർ എന്ന് കൊടുക്കാം. അപ്പൊ സീക് സ്ക്വയർ പ്ലസ് ഇതിന് പകരം 1 പ്ലസ് കോട്ട് സ്ക്വയറേക്ക് വരെ എന്ത് കൊടുത്തു? കൊസീക് സ്ക്വയർ കൊടുത്തു. അവിടെ വരെ ഒന്നിരിക്കുക. അപ്പൊ തന്നെ നോക്കിയേ, ഇപ്പൊ സീക് സ്ക്വയർ പ്ലസ് കൊസീക് സ്ക്വയർ എന്ന് കിടക്കണം അല്ലെ? ഈ സീക്ക് നമുക്ക് പഠിച്ചിട്ടുണ്ട്. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് ഇട്ട് 1 ബൈ കോസ് ആണ് അല്ലെ? നിങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യുന്ന നേരത്ത് ഇത്തരത്തില് ഓരോ സ്റ്റെപ്പുകളും സൈഡിൽ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ക്വയർ റിലേഷനകത്ത് വരുന്ന സെക്ഷൻസ് ഒക്കെ ഇങ്ങനെ സൈഡിലോട്ട് എഴുതി തന്നെ നിങ്ങൾ പോവുക. അങ്ങനെ എഴുതി പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒന്നുകൂടെ നോക്കാനോ അല്ലെങ്കിൽ ഓരോ തവണ ആ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൈൻഡിൽ ഇത് എപ്പോഴും കിടക്കും, നിങ്ങൾക്ക് ഒരിക്കലും തെറ്റത്തില്ല. അപ്പൊ നമുക്ക് കണ്ടോണ്ട, നമുക്കറിയാം സീക്ക് കണ്ടാൽ തന്നെ സീക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? സീക്കിന് നമുക്ക് 1 ബൈ കോസ് എന്ന് എക്സ്പ്രസ് ചെയ്യല്ലേ? അപ്പൊ ഇവിടെ സീക് സ്ക്വയർ ആകുമ്പോഴത്തേക്കും 1 ബൈ കോസ് സ്ക്വയർ. അപ്പൊ സീക് സ്ക്വയറിന് വരെ 1 ബൈ കോസ് സ്ക്വയർ എടുത്ത്. അതുപോലെ കൊസീക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? കൊസീക്ക് എന്ന് പറഞ്ഞാൽ 1 ബൈ സൈൻ ആണ്. അപ്പൊ കൊസീക്കിന് എന്ത് കൊടുത്തു? 1 ബൈ സൈൻ. അപ്പൊ കൊസീക് സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ 1 ബൈ സൈൻ സ്ക്വയർ എന്ന് കൊടുത്തു.
ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത് വരുന്നത് തന്നെ പ്രധാനമായിട്ട് എന്താണ്, നമുക്ക് ഈ ഒരു ഫോം കിട്ടണം അല്ലെ. LHS എല്ലാ സൈനിലായിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ ആ ഒരു മൈൻഡ് നമുക്കുണ്ട്. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ 1/cos² പ്ലസ് 1/sin² എന്നാണ് കിടക്കുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. ഇതിനകത്ത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ ഏതാണ് ഈ സെക്ഷൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ sin² ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും, sin² × 1 sin² പ്ലസ് അതുപോലെ എഴുതി cos² × 1 cos². അപ്പൊ sin² പ്ലസ് cos² എഴുതായി ന്യൂമറേറ്ററിലെ. താഴെ എന്താണ് sin² × cos², അതുപോലെ എഴുതി sin² × cos². അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ഉത്തരത്തിന്റെ അടുത്തോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പൊ നമുക്കറിയാം sin² പ്ലസ് cos² എന്താണ് 1. ന്യൂമറേറ്ററിൽ ഇതിന് പകരം 1 ഇട്ട് കൊടുത്തു. താഴെ എന്താണ് cos² × sin², അത് അതുപോലെ cos² × sin². വീണ്ടും നോക്കുക, RHSലോട്ട് നോക്കുക. നമുക്ക് സൈനിലാണ് കിട്ടേണ്ടത്. അപ്പൊ ഓൾമോസ്റ്റ് നമുക്കിപ്പം കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഒരു കോസിനകത്ത് വാല്യൂ കിടപ്പുണ്ട്. അപ്പൊ കോസിനെ നമ്മൾ സൈനോട്ടാക്കാൻ എന്താണ് ബേസിക് റിലേഷൻ, ആ റിലേഷൻ യൂസ് ചെയ്തിട്ട് cos² നമ്മൾ എന്ത് ഇട്ട് കൊടുക്കാം, 1 - sin² ഇട്ട് കൊടുത്തൂടെ അല്ലെ. കണ്ടോ cos² നമുക്ക് എന്തിട്ട് കൊടുക്കാം, 1 - sin² ഇട്ട് കൊടുക്കാം അല്ലെ. അപ്പൊ 1/cos² പകരം 1 - sin² ഇൻറ്റു sin². ഉണ്ടോ ഈ sin² അതുപോലെ cos² 1 - sin². ഇപ്പൊ നോക്കിയേ, ഈ sin² ഇതിന്റെ അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ഈ sin² ഇതിന്റെ അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം sin² എന്തിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, 1 ന്റെ കൂടെ. അപ്പൊ sin² × 1 sin² മൈനസ് അതുപോലെ മൈനസ് എഴുതി. കണ്ടോ sin² × sin² sin⁴. എന്തായി 1/sin² - sin⁴ അല്ലേ. ഇത് തന്നെയല്ലേ RHS. അപ്പൊ നമുക്ക് കിട്ടിയതേ. അപ്പം ഈ ചോദ്യം എല്ലാവരും ഇതാണൊക്കെ ചെയ്ത് എഴുതിയെടുക്കുക. അതുപോലെ ഇപ്പം ഞാൻ ജസ്റ്റ് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. തന്നിരിക്കുന്ന 1 + tan² പ്ലസ് 1 + 1/tan² എന്ന് പറയുന്നതാണ് നമ്മുടെ LHS. അപ്പം 1 + tan² നമുക്ക് ഡയറക്റ്റ് അറിയാം എന്താണ് 6² ആണ്. അതുപോലെ 1/tan എന്ന് പറഞ്ഞാൽ കോട്ടാണെന്ന് അറിയാം. അപ്പൊ നമ്മൾ tan² ആണ്, 1/tan² ആണ് എന്താണ് cot² ആണ്. അപ്പൊ 1 + cot² എന്ന് കിട്ടും. നമ്മൾ എന്നിട്ട് നോക്കിയപ്പോൾ 1 + cot² നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 1 + cot² നമുക്ക് cosec² എന്ന് എഴുതിക്കൂടെ. അപ്പം ആ റിലേഷൻ വെച്ചിട്ട് നമ്മൾ 1 + cot² നമ്മൾ cosec² എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ sec² പ്ലസ് cosec² എന്ന് കിടക്കുന്നത് നോക്കുമ്പോൾ sec² നമുക്ക് എങ്ങനെ എഴുതാം, 1/cos² എന്ന് എഴുതാം. കാരണം sec എന്ന് പറഞ്ഞാൽ 1/cos ആണ്. അപ്പൊ sec² ആണ് 1/cos² പ്ലസ് cosec നമുക്ക് 1/sin² എന്ന് കൊടുക്കാം അല്ലെ. ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും sin² പ്ലസ് cos² sin² കിട്ടും. ഇതിൽ നിന്ന് നമ്മൾ sin² പ്ലസ് cos² 1 cos² × sin² അതുപോലെ എഴുതി. RHS നോക്കുക, RHS എല്ലാം സൈനിനകത്താണ് കിടക്കുന്നത്. ഇവിടെ കോസ് കിടക്കുന്നുണ്ട്. കോസ് കിടക്കുന്നത് നമ്മൾ സൈനിലോട്ട് കൺവേർട്ട് ചെയ്ത് മാറ്റിയപ്പോൾ എന്തായി, 1/cos² 1 - sin² എന്ന് കൊടുത്തു. 1/1 - sin² × sin² ഇതോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ RHS കിട്ടി. ഇപ്പൊ LHS RHS പ്രൂവ്ഡ് ആയി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ഇതിനകത്തൊരു ചെറിയ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് അത് പ്രോബ്ലം ആദ്യം ക്വസ്റ്റ്യൻ ഞാനത് വായിക്കാം. ചെറിയൊരു ചേഞ്ച് ഉണ്ട്. സാധാരണ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ചെറിയൊരു ചേഞ്ച്. ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഇഫ് tan A + sin A = m, tan A - sin A = n, then prove that m² - n² = 4√m. സാധാരണ നമുക്ക് ഒരു LHS തരും, ഒരു RHS എഴുതും, എന്നിട്ട് അത് തമ്മിൽ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട. പക്ഷെ ഇവിടെ അങ്ങനെ തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്ന് വെച്ചാല് ഇവിടെ തന്നിരിക്കുന്ന LHS എന്ന് പറയുന്നതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഇതാണല്ലേ, m² - n² = 4√mn. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് m-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ LHS എടുക്കുക, m² - n² എടുക്കുക, എന്നിട്ട് അതിന്റെ ഒരു വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. കാര്യം m-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് നമ്മളൊരു വാല്യൂയിലേക്ക് എത്തുക. ആ വാല്യൂ തന്നെ ആണ് RHS നിന്നും പ്രൂവ് ചെയ്യുക. അപ്പൊ അത് ഞാൻ LHS എടുക്കുന്ന m² - n² കൊണ്ട് എടുക്കുകയാണ്. LHS m² - n² എടുത്തു. അപ്പൊ m² - n² എന്ത് ഫോമിലാണ്, a² - b². അപ്പൊ നമുക്ക് ആദ്യമേ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ m + n × m - n എന്ന് എഴുതി. ആണോ m + n × m - n എന്ന് എഴുതി. ഇവിടെ തന്നിരിക്കുന്ന m ഉം n ഉം ആണ് അല്ലെ. ഇപ്പൊ m-ന്റെ വാല്യൂടെ കിടപ്പുണ്ടല്ലോ. എന്താണ് m-ന്റെ വാല്യൂ എന്താണ്, tan A + sin A ആണ് എന്ത് m-ന്റെ വാല്യൂ. m-ന്റെ വാല്യൂ എന്താണ് tan A - sin A. അപ്പൊ ഈ കിടക്കുന്ന m-നും n-നും പകരം നമുക്ക് അവർ തന്നിരിക്കുന്ന വാല്യൂ ഇക്വേറ്റ് ചെയ്ത് കൊടുക്കാം. m + n അല്ലേ. അപ്പൊ ആദ്യം m-ന് പകരം എന്ത് കൊടുക്കാം, tan A + sin A, tan A + sin A. m കഴിഞ്ഞിട്ട് എന്തുണ്ട്, പ്ലസ് ഉണ്ട്, പ്ലസ് അതുപോലെ എഴുതി. n-ന് പകരം എന്ത് കൊടുക്കാം, tan A - sin A, tan A - sin A. ബ്രാക്കറ്റ് ഇവിടെ ഇട്ടു, ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. അടുത്ത ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് ആണ് ഇവിടെ കിടക്കുന്നത് കണ്ടോ. എന്നിട്ട് m-ന്റെ പകരം എന്തിട്ട് കൊടുക്കാം, tan A + sin A. കണ്ടോ tan A + sin A മൈനസ് അതുപോലെ ഇട്ടു. n-ന് പകരം എന്തിട്ട് കൊടുക്കാം,
മറക്കരുത് മൈനസ് ആണ്. മൈനസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈനസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ബ്രാക്കറ്റ് അകത്തിട്ടോണേ, ആരും മറന്നു പോയല്ലേ. അപ്പം എമ്മിന്റെ വാല്യൂ ടാൻ എ പ്ലസ് സൈൻ ഇട്ടിട്ട് മൈനസ് ഇട്ടു, വീണ്ടും ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്നിന്റെ വാല്യൂ എന്താണ് ടാൻ എ മൈനസ് സൈൻ. ഓക്കെ, ഇത് നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തും അങ്ങനെയൊക്കെ നോക്കാം. അപ്പോഴത്തേക്ക് നോക്കി ഇവിടെ ഇപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാനായിട്ടൊന്നുമില്ല, എല്ലാം ഓപ്പൺ ആണ്, ഓൾറെഡി ഓപ്പൺ ആണ്. നമുക്ക് അകത്ത് കിടക്കുന്നത് എന്താണ്, ഇവിടെ ഒരു പ്ലസ് സൈനുണ്ട്, ഇവിടെ മൈനസ് സൈനുണ്ട്, അത് രണ്ട് കട്ട് ചെയ്തു. അപ്പൊ ബാലൻസ് എന്തുണ്ട്, ടാൻ എ പ്ലസ് ടാൻ എന്താണ് 2 ടാൻ എ. ആ 2 ടാൻ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്, ടാൻ എ പ്ലസ് ടാൻ 2 ടാൻ എ. ഇവിടെ എന്തുണ്ട്, ബ്രാക്കറ്റ് അതുപോലെ ഇട്ടിട്ടുണ്ട്. ഈ ബ്രാക്കറ്റ് ആണ് കേട്ടോ, ഈ ബ്രാക്കറ്റ് ആണ് അതുപോലെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിയേ മൈനസ് ആണ് നടക്കുന്നത് അല്ലേ. അപ്പൊ മൈനസിന് ശേഷം ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രാക്കറ്റ് ഉണ്ടാവും. അപ്പൊ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താവും, ഇവിടെ ടാനയാണ്, ടാനെ പ്ലസ് സൈനെ, മൈനസ് ഓഫ് ടാനെ എന്ന് പറയുമ്പോൾ മൈനസ് ടാനയാണ്, മൈനസ് ഓഫ് മൈനസ് സൈന എന്ന് പറയുമ്പോൾ എന്താവും പ്ലസ് സൈനയാവും കേട്ടോ. അപ്പൊ ഇവിടെ പ്ലസ് സൈനയുണ്ട്, ഇവിടെ പ്ലസ് സൈനയുണ്ട്, ഇവിടെ പ്ലസ് ടാന, ഇവിടെ മൈനസ് ടാനയാ, അത് തമ്മിൽ ക്യാൻസൽ ആയി. ഓക്കെ, പ്ലസ് സൈനയും പ്ലസ് സൈനയും എന്തായി, ഇതിപ്പം ഇപ്പൊ പ്ലസ് ആയില്ല, ഈ മൈനസ് അകത്തോട്ട് കയറുമ്പോഴാണ് പ്ലസ് ആവുന്നത്. അപ്പം പ്ലസ് സൈനെ 2 സൈനെ. അപ്പൊ ഇത് ടാനെ പ്ലസ് ടാനെ മൈനസ് ടാനെ കട്ടായി പോയിട്ട് ബാലൻസ് എന്തുണ്ട്, ഇവിടെ നിന്ന് രണ്ടിടത്ത് 2 സൈനെ ഉണ്ട്. അപ്പൊ എന്താണ്ട് അത് അങ്ങോട്ട് എഴുതുക, 2 ടാനെ ഇൻറ്റു 2 സൈനെ എന്നായി. ഇവിടെ വരെ ഇതകത്തോട്ട് സിമ്പിൾ ആയിട്ട് മൾട്ടിപ്ലൈ എന്തുണ്ട്, 2 × 2 എത്ര 4 ടാനെ സൈനെ എന്നോ അല്ലെങ്കിൽ 4 സൈനെ ടാനെന്നോ എഴുതാം. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 4 ടാനെ സൈനെ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, LHS കടന്നിരുന്ന m² - n² നമ്മൾ അവർ തന്ന വാല്യൂ അനുസരിച്ച് ചെയ്ത് ഇക്വേറ്റ് ചെയ്ത് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അപ്പൊ നമുക്ക് എത്ര കിട്ടി, 4 ടാൻ എ സൈൻ എ കിട്ടി. ഇനി നമ്മുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ m² - n² പകരം നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ തന്നെയാണ് എന്ന് പ്രൂവ് ചെയ്യണം. അത് എവിടെ, RHS എടുക്കുന്ന 4√mn. ആ RHS നമുക്ക് ഇനി എടുക്കാം. RHS എടുത്തു, 4√mn ആണ് അല്ലെ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നേ ഉള്ളൂ. 4 എഴുതി, റൂട്ട് എഴുതി, എമ്മിനും എന്നിനും ഉള്ള വാല്യൂ എന്താണ്, എമ്മിന്റെ വാല്യൂ ടാൻ എ പ്ലസ് സൈൻ എ ഉണ്ടോ, എമ്മിന്റെ പകരം ടാൻ എ പ്ലസ് സൈൻ എ ഇട്ടു, എം ഇൻറ്റു എൻ അല്ലേ, ഇൻറ്റു ഇട്ടിട്ട് അത് ബ്രാക്കറ്റ് ഇട്ടിട്ട് തന്നെ ടാൻ എ മൈനസ് സൈൻ എ ഇട്ടു. ഓക്കെ, അപ്പം 4√mn പകരം എമ്മിന്റെ എന്നിന്റെ വാല്യൂ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തു, വേറെ ഒന്നും ചെയ്തില്ല. ശ്രദ്ധിച്ചു നോക്കി ഈ കിടക്കുന്ന സെക്ഷൻ, ഇതിപ്പം ടാൻ എ പ്ലസ് സൈൻ എ ഇൻറ്റു ടാൻ എ മൈനസ് സൈൻ എ, എന്തെങ്കിലും ഒരു റിലേഷൻ കിട്ടുന്നുണ്ടോ, എന്ത് റിലേഷനാ, ടാൻ എ പ്ലസ് സൈൻ ഇൻറ്റു ടാൻ എ മൈനസ് സൈൻ എ പ്ലസ് ബി എ മൈനസ് ബി, a² - b² അല്ലേ. അപ്പം ഇതിന് നമുക്ക് ആ ഫോർമുല ആക്കിക്കൂടെ, ടാൻ എ പ്ലസ് സൈൻ ഇൻറ്റു ടാൻ എ മൈനസ് സൈൻ എന്ന് പറഞ്ഞാൽ tan² മൈനസ് sin² ആണ് അല്ലേ. അപ്പൊ 4√tan² മൈനസ് sin² എന്നായി. അടുത്ത സ്റ്റെപ്പ് എന്താ, ഇവിടെ ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത് കേട്ടോ, മുകളിൽ സ്ഥലം തികയത്തില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാ 4√tan² മൈനസ് sin² നിൽക്കുക. നമുക്കറിയാം ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ടാനെ നമുക്ക് സൈൻ ബൈ കോസ് എന്ന് എഴുതിക്കൂടെ. അപ്പം tan² ആണെങ്കിൽ എന്താ, sin² ബൈ cos² എന്നാവും അല്ലേ. ടാനെ നമുക്ക് സൈൻ ബൈ കോസ് എന്ന് എഴുതാം. അപ്പൊ tan² ആണെങ്കിൽ sin² ബൈ cos², മൈനസ് അതിലിട്ടു, sin² അതുപോലെ തന്നെ കൊടുത്തു. വേണ്ട, ഇതിന് അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്താ ഇവിടെ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ശേഷമുള്ള സ്റ്റെപ്പാണ് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നത്, അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പൊ കിടക്കുന്നത് എന്താ, sin² ബൈ cos² മൈനസ് sin² എന്നല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ എന്താ, sin² നമുക്ക് എങ്ങനെ എഴുതാം, sin²ൽ നിന്ന് നമുക്ക് ഈ രണ്ട് സെക്ഷൻ നമുക്ക് sin² കോമൺ ആയിട്ട് എഴുതിക്കൂടെ, sin² എങ്ങനെ എഴുതാം, കോമൺ ആയിട്ട് എഴുതാം അല്ലേ. കണ്ട, ഇവിടെ sin² ഉണ്ട്, ഇവിടെ sin² ഉണ്ട്. ഓക്കെ, ഇവിടെ sin² ഉണ്ട്, ഇവിടെ sin² ഉണ്ട്. രണ്ടിൽ നിന്ന് sin² ഞാൻ ഇനി കോമൺ ആയിട്ട് പുറത്തെടുത്തതിന് ശേഷം ബാലൻസ് എന്ത് വരും, ഇവിടുന്ന് sin² പുറത്തെടുക്കുമ്പോൾ ബാലൻസ് 1/cos² അല്ലേ. 1/cos² എഴുതി, മൈനസ് അതുപോലെ എഴുതി, sin² ഇവിടുന്ന് പുറത്തെടുക്കുമ്പോൾ ബാലൻസ് 1. അപ്പൊ പുറത്തെടുത്തപ്പോ എന്താ വന്നേ, sin² ഇൻറ്റു 1/cos² മൈനസ് 1 എന്ന് വന്നു അല്ലെ. എന്നിട്ട് അതിനുശേഷം വേണം ക്രോസ് ചെയ്യാൻ. ഇനി നമുക്ക് ഇത് ക്രോസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് വരുന്ന കാര്യം എന്താണ്, ഇതാണ് ക്രോസ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിനൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഇതാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പൊ 1/cos² മൈനസ് 1 എന്നാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ എന്താ മാറും, 1 മൈനസ് അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഇവിടെ ഒരു 1 വെറുതെ ഇട്ട് കൊടുക്കുവാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. 1 × 1 1 മൈനസ് cos² × 1 cos² ബൈ എത്ര വരും, cos² × 1 cos². അപ്പൊ ഈ cos² എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനും കൂടെ ബാധകമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഇതിനെങ്ങനെ എഴുതാം, sin² × 1 - cos² ബൈ cos².
ഒരു നിമിഷം ഇതിൽ കൂടെ. അപ്പൊ ഇതിനകത്ത് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ നടക്കുന്നത് അല്ലേ. അപ്പൊ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ, ടാൻ സ്ക്വയർ. നമുക്ക് ഇതിനെ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ നമുക്ക് എന്ത് ചെയ്താം അല്ലേ. ഇതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ, തിരിഞ്ഞുമല്ലേ. അപ്പം ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇത്, അതിനുശേഷം ഇങ്ങോട്ടാണ്, എന്നിട്ട് അതിനുശേഷം സ്റ്റെപ്പാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്തായി മാറി, ഇത് ടാൻ സ്ക്വയർ എന്നായി. അപ്പൊ 4 റൂട്ട് ടാൻ സ്ക്വയർ എന്താ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ടാൻ സ്ക്വയർ. അപ്പൊ 1 മൈനസ് കോസ് സ്ക്വയർ നമുക്കറിയാം എന്താണ് 1 മൈനസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ ആണ് അല്ലെ. അപ്പൊ ടാൻ സ്ക്വയർ സൈൻ സ്ക്വയർ എന്നായി. അപ്പൊ റൂട്ടിലാണ് നടക്കുന്നത് അല്ലേ. അപ്പൊ റൂട്ടിൽ നിന്ന് നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. പുറത്തെടുക്കുമ്പോൾ സ്ക്വയർ അങ്ങ് പോകത്തില്ലേ, രണ്ടിന് സ്ക്വയർ ആകുമ്പോൾ ബാലൻസ് എന്തുണ്ടാവും, ടാനെ സൈനെ മാത്രം കാണത്തുള്ളൂ അല്ലേ. അപ്പൊ റൂട്ട് മാറ്റിയപ്പോൾ 4 ടാനെ സൈനെ എന്നായി. അപ്പൊ 4 ടാനെ സൈനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച LHSന്റെ വാല്യൂ എന്താണ് നോക്കി, 4 ടാനെ സൈനെ അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ LHS ഈക്വൽ ടു RHS അല്ലേ. LHS ഈക്വൽ ടു RHS പ്രൂവ് ചെയ്തില്ലേ. അപ്പം ഈ പ്രോബ്ലം നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്യുക. ഇതൊരു അത്യാവശ്യം വലിയൊരു പ്രോബ്ലം ആണ്. അതിനകത്ത് തെറ്റാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂസ് ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് വരാനുള്ള സാധ്യതയുള്ളൂ, അല്ല വേറെ വലിയ തെറ്റൊന്നുമില്ല. സിമ്പിൾ പ്രോബ്ലം ആണ്. നിങ്ങൾ ഈ തന്നിരിക്കുന്ന എമ്മിന്റെ എന്നിന്റെ വാല്യൂ പ്രോപ്പർ ആയിട്ട് ഇട്ട് കൊടുക്കുക, വേറെ ഒന്നുമില്ല. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് തെറ്റാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ബ്രാക്കറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക, മൈനസിന് ശേഷമൊക്കെ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അങ്ങനെയൊക്കെ തെറ്റാൻ സാധ്യതയുള്ളൂ, അല്ലാതെ ഒരിക്കലും തെറ്റത്തില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പം ഇവിടെ തന്നിരിക്കുന്ന ബേസിക് ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ഇഫ് ടാൻ എ പ്ലസ് സൈൻ എ ഈക്വൽ ടു എം, ടാൻ എ മൈനസ് സൈൻ ഈക്വൽ ടു എൻ, അങ്ങനെയാണെങ്കിൽ പ്രൂവ് ദാറ്റ് എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഈക്വൽ ടു 4 റൂട്ട് എൻ അല്ലെ. അപ്പൊ എമ്മിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, എന്നിന്റെ വാല്യൂ വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഈക്വൽ ടു 4 റൂട്ട് എം എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എം സ്ക്വയർ മൈനസ് എൻ സ്ക്വയർ ഞാൻ അതാണ് LHS, 4 റൂട്ട് എം RHS. LHSനെ അങ്ങോട്ട് എടുത്തു, LHSനെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു, എം പ്ലസ് എൻ ഇൻറ്റു എം മൈനസ് എൻ എന്ന് എഴുതാം. എമ്മിന് പകരം ടാൻ എ പ്ലസ് സൈൻ എന്നിട്ട് കൊടുത്തു, എന്നിന് പകരം ടാൻ എ മൈനസ് സൈൻ എന്നിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ എം മൈനസ് എന്നിനകത്തും എമ്മിന് പകരം ടാൻ എ പ്ലസ് സൈൻ എന്നും മൈനസ് അതുപോലെ എഴുതി, ബ്രാക്കറ്റ് ഇട്ടു, ടാൻ എ മൈനസ് സൈൻ എന്ന് എഴുതി. ഇതിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സിംപ്ലിഫൈ ചെയ്ത് ക്യാൻസൽ ചെയ്യേണ്ടതെല്ലാം ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് എന്ത് വരും, 2 ടാൻ എ ഇൻറ്റു 2 സൈൻ എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ടാൻ എ സൈൻ എ. അങ്ങനെ നമുക്ക് LHSന്റെ വാല്യൂ കിട്ടും. LHSന്റെ വാല്യൂ RHS എന്താണ്, 4 റൂട്ട് എം ആണ് അല്ലേ. 4 റൂട്ട് എം എഴുതി, ഈ റൂട്ട് എം എന്നിനകത്തുള്ള എമ്മിന് വേണ്ടിയിട്ടുള്ള വാല്യൂ ഇട്ട് കൊടുത്തപ്പോൾ ഇത് ഏത് ഫോമിലാണ്, ടാൻ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലാണ്, ആ ഫോമിൽ ഇട്ടു. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് ഏതെല്ലാം സ്ക്വയർ റിലേഷൻ അപ്ലൈ നോക്കി ആ സ്ക്വയർ റിലേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തു. അതുകൊണ്ട് ടാൻ സ്ക്വയർ നമുക്ക് സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്നൊക്കെ ഇക്വേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതിൽ നിന്ന് രണ്ടിൽ നിന്ന് സൈൻ സ്ക്വയർ കോമൺ ഉണ്ട്, കോമൺ ആയിട്ടാണ് സൈൻ സ്ക്വയർ പുറത്തെടുത്തപ്പോൾ ബാലൻസ് 1 ബൈ കോസ് സ്ക്വയർ മൈനസ് 1 എന്ന് വന്നു. ഇതിനെ അങ്ങോട്ട് ക്രോസ് ചെയ്തപ്പോൾ സൈൻ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്ന് വന്നു. സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ എന്തായി മാറി, സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ വിട്ടുപോകുമ്പോൾ സൈൻ സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ടാൻ സ്ക്വയർ എന്ന് നോക്കാം അല്ലെ. ടാൻ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ എന്ന് വരും. ഇത് റൂട്ടിലാണ് കിടക്കുന്നത്, റൂട്ടിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ടാൻ എ സൈൻ എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ടാൻ എ സൈൻ എ LHSന് ഈക്വൽ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്തിലോട്ട് പോവാം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇഫ് x ഈക്വൽ ടു a sec cos b, y ഈക്വൽ ടു b sec sin b and z ഈക്വൽ ടു c tan a and I show that x square by a square plus y square by b square minus z square by c square equal to 1. അപ്പൊ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താണ്, a sec cos b എന്ന് തന്നിട്ടുണ്ട്. പിന്നെ വൈയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നെ b sec sin b എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ദെൻ ഇസഡിന്റെ വാല്യൂ c tan a എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഷോ ദാറ്റ് അല്ലെ, എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഷോ ചെയ്യാൻ പറഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ഷോ ദാറ്റ് പറഞ്ഞിരിക്കുന്നതാണ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് ഇതിനകത്ത് ഈ ഓരോ ഇക്വേഷൻ തന്നിരിക്കുന്ന വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ ഞാൻ ഇവിടെയുള്ള LHS ഇങ്ങോട്ട് എടുക്കുകയാണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ എക്സിന് പകരം തന്നിരിക്കുന്ന കാര്യം എന്താണ്, a sec cos b. അത് എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്താവും, എക്സിന് പകരം എക്സ് സ്ക്വയർ ആകുമ്പോൾ എന്താവും, a സ്ക്വയർ sec സ്ക്വയർ a cos സ്ക്വയർ b. അപ്പൊ എക്സ് സ്ക്വയറിന് പകരം ഞാൻ എന്താ a സ്ക്വയർ sec സ്ക്വയർ a cos സ്ക്വയർ b ഇട്ട് കൊടുത്തു. ബൈ എന്താണ് a സ്ക്വയർ, അത് അതുപോലെ എഴുതി.
പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ. ഇതിനകത്ത് നമുക്ക് ഏതിന്റെ വാല്യൂ ഉണ്ട്? വൈയുടെ വാല്യൂ ആണ് അല്ലേ? വൈയുടെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം. വൈയുടെ വാല്യൂ എന്താണ്? ബി സി കെ സൈൻ ബി. ഇവിടെ വൈ സ്ക്വയർ ആകുമ്പോൾ എന്തായി മാറി? സ്ക്വയറിലാവും. സ്ക്വയറിലാകുമ്പോൾ ബി സ്ക്വയർ സീക് സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി എന്നാവും അല്ലേ? ബൈ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ അല്ലേ? ബി സ്ക്വയർ അതുപോലെ എഴുതി ബൈ ബി സ്ക്വയർ മൈനസ് ഇവിടെ മൈനസ് അല്ലേ? മൈനസ് ഇട്ട് കൊടുക്കും അല്ല. മൈനസ് ഇസഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ അല്ലേ? അപ്പൊ ഇസഡ് സ്ക്വയർ, ഇസഡിന്റെ വാല്യൂ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഇസഡിന്റെ വാല്യൂ ഉണ്ട് എന്താണ്? സി ടാൻ അല്ലേ? ഇസഡിന്റെ വാല്യൂ സീന ആണെങ്കിൽ അത് സ്ക്വയർ ആകുമ്പോഴത്തെ എന്താവും? സി സ്ക്വയർ ടാൻ സ്ക്വയർ. അപ്പം ഇസഡിന്റെ വാല്യൂ സി ടാൻ, അപ്പം സ്ക്വയർ ആകുമ്പോൾ സി സ്ക്വയർ ടാൻ സ്ക്വയർ എ അല്ലേ? അപ്പൊ ഇസഡ് സ്ക്വയർ എഴുതി ബൈ സി സ്ക്വയർ. ഇനി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റിയുണ്ട്. ഇവിടെ എ സ്ക്വയർ ക്യാൻസൽ ആയിപ്പോ, ഇവിടെ ബി സ്ക്വയർ ക്യാൻസൽ ആയിപ്പോ, ഇവിടെ സി സ്ക്വയറും ഈ സി സ്ക്വയറും ക്യാൻസൽ ആയിപ്പോ. അപ്പൊ ബാലൻസ് എന്തുണ്ട്? സീക് സ്ക്വയർ എ കോസ് സ്ക്വയർ ബി പ്ലസ് സി സ്ക്വയർ എ സൈൻ സ്ക്വയർ ബി എ മൈനസ് ടാൻ സ്ക്വയർ എ. അപ്പം ഇവിടെ ഇപ്പൊ തന്നിരിക്കുന്ന സിക്സ് സ്ക്വയർ കോസ് സ്ക്വയർ ബി പ്ലസ് സിക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ ബി. ഇതിൽ നിന്ന് രണ്ടിനും നമുക്ക് എന്ത് കോമൺ എടുക്കാം? സി സ്ക്വയർ കോമൺ എടുക്കാം അല്ലെ? അപ്പൊ സി സ്ക്വയർ കോമൺ എടുക്കാം. സി സ്ക്വയർ ഇവിടുന്ന് കോമൺ എടുക്കാം. ബാലൻസ് എന്ത് വരും? സി സ്ക്വയർ ബാലൻസ് എന്താണ്? കോസ് സ്ക്വയർ ബി പ്ലസ് ഇവിടുന്ന് എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ ബാലൻസ് അല്ലെ? സൈൻ സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ എ. ഇതെന്തായി മാറി? 1 ആയി മാറി അല്ലെ? സിക്സ് സ്ക്വയർ എ ഇൻറ്റു 1. അപ്പൊ സിക്സ് സ്ക്വയർ ആണ്. ഇവിടെ എന്താണ്? സിക്സ് സ്ക്വയർ എ മൈനസ് ടാൻ സ്ക്വയർ എ അല്ലെ? സിക്സ് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ എ എന്താണ്? സിക്സ് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ എന്താണ്? ഈക്വൽ ടു 1 അല്ലേ? പ്രൂവ് ചെയ്തല്ലോ. അപ്പൊ LHS നമ്മൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ് എടുത്തത്. അതിനകത്ത് എക്സിന് ബൈക്ക് ഇസഡിനുള്ള വാല്യൂസ് ഇട്ട് കൊടുത്തു, സിംപ്ലിഫൈ ചെയ്തു. ചെയ്തത് ലാസ്റ്റ് ചെയ്തപ്പോൾ എത്ര വന്നേ? സിക്സ് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 1 എന്ന് കിട്ടി. അതല്ലേ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ? ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ നമ്മൾ ജസ്റ്റ് എക്സിന്റെ വാല്യൂ അതുപോലെ എഴുതി കൊടുത്തു. ഇപ്പൊ എക്സിന്റെ വാല്യൂ ഇവിടെ എഴുതുമ്പോൾ എക്സ് സ്ക്വയറിലാണ് അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. സ്ക്വയർ ചെയ്യുമ്പോൾ എന്തായി? എ സി കെ കോസ് ബിക്ക് വരാം എ സ്ക്വയർ സിക്സ് സ്ക്വയർ കോസ് സ്ക്വയർ ബി എന്നായി. അതുപോലെ വൈ ആകുമ്പോഴും അത് കണക്ക് തന്നെ എന്താണ്? ബി സ്ക്വയർ സിക്സ് സ്ക്വയർ സൈൻ സ്ക്വയർ ബി എന്നായി. പിന്നെ ഇസഡിന്റെ വാല്യൂ എന്താണ്? ഇവിടെ ഇതിന്റെ വാല്യൂ സി ടാൻ, അപ്പൊ സി സ്ക്വയർ ടാൻ സ്ക്വയർ തന്നെ. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. അതുപോലെ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. ഇസഡ് സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. അതിൽ അതുപോലെ ഇട്ട് കൊടുത്തു. ഈ എ സ്ക്വയർ ക്യാൻസൽ ആയി. ഇവിടുത്തെ ബി സ്ക്വയർ ഇവിടുത്തെ സി സ്ക്വയർ ക്യാൻസൽ ആയി. ബാലൻസ് സിക്സ് സ്ക്വയർ കോസ് സ്ക്വയർ പ്ലസ് സി സ്ക്വയർ സൈൻ സ്ക്വയർ ബി മൈനസ് ടാൻ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് സിക്സ് സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുക്കുക അല്ലെ? അപ്പം സിക്സ് സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ബാലൻസ് എന്താണ്? കോസ് സ്ക്വയർ ബി പ്ലസ് സൈൻ സ്ക്വയർ ബി വരും അല്ലെ? മൈനസ് ടാൻ സ്ക്വയർ. കോസ് സ്ക്വയർ ബി പ്ലസ് സൈൻ സ്ക്വയർ ബി ഈക്വൽ ടു 1. അപ്പൊ സിക്സ് സ്ക്വയർ ഇൻറ്റു 1 എന്ന് പറയുന്നത് എന്താണ്? സിക്സ് സ്ക്വയർ അതിനാണ്. സിക്സ് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ സ്ക്വയർ റിലേഷൻ സിക്സ് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ ഈക്വൽ ടു 1. ഹെൻസ് ഇറ്റ്സ് പ്രൂവ്ഡ്. അപ്പൊ നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലോട്ടോ. ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് വായിക്കാം. 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1 പ്ലസ് 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ പ്ലസ് 1 ഈക്വൽ ടു കൊസീകെ സി കെ. ഇതാണ് പ്രൂവ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പൊ LHS ൽ കിടക്കുന്ന എന്താണ്? 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1 പ്ലസ് 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ പ്ലസ് 1. ക്രോസ് ചെയ്യാം. മേലോട്ട് പോകുമ്പോൾ എന്താവും? കോസ് എ പ്ലസ് സൈൻ എ ഇതിങ്ങോട്ട് മൾട്ടിപ്ലൈ കേട്ടോ. കോസ് എ പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് അതുപോലെ എഴുതി. ഇതങ്ങോട്ട് പോകുമ്പോൾ കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1 എഴുതി. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആദ്യമേ ഓരോന്ന് വെച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ ആദ്യം എന്താ? ഈ കോസ് എ കൊണ്ട് കോസ് എ ചെയ്യാം. അപ്പൊ കോസ് എ ഇൻറ്റു കോസ് എ എന്താണ്? കോസ് സ്ക്വയർ എ അതെ. കോസ് എ കൊണ്ട് അങ്ങനെ ഓരോന്നിനെ ചെയ്യാം. അപ്പൊ ആദ്യം കോസ് എ ഇൻറ്റു കോസ് എ ചെയ്തു, കോസ് സ്ക്വയർ എ. അടുത്ത കോസ് എ ഇൻറ്റു പ്ലസ് സൈൻ എ എന്താണ്? കോസ് എ ഇൻറ്റു പ്ലസ് സൈൻ എന്താണ്? സൈൻ എ കോസ് എ. അപ്പൊ പ്ലസ് സൈൻ എ കോസ് എ. കോസ് എ ഇൻറ്റു പ്ലസ് 1 എന്താണ്? കോസ് എ ഇൻറ്റു 1 കോസ് എ. കോസ് എ ഇൻറ്റു 1 കോസ് എ. അപ്പൊ കോസ് എ അടുത്ത സൈൻ എടുക്കുക. പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ എന്താണ്? പ്ലസ് സൈൻ എ കോസ് എ പ്ലസ് സൈൻ എ കോസ് എ. സൈൻ എ പ്ലസ് സൈൻ എ ഇൻറ്റു പ്ലസ് സൈൻ എ അല്ലേ? സൈൻ എ പ്ലസ് സൈൻ എ ഇൻറ്റു പ്ലസ് സൈൻ എ പ്ലസ് സൈൻ സ്ക്വയർ എ. സൈൻ സ്ക്വയർ എ അതെ.
ഈ സൈനെ പ്ലസ് സൈനെ പ്ലസ് 1 എന്താണ് പ്ലസ് സൈനെ പ്ലസ് സൈൻ എ കഴിഞ്ഞല്ലോ. ഇനി അടുത്ത് ഈ -1 ഉണ്ട് ഓരോന്നിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം -1 ഇൻറ്റു കോസ് എന്താണ് മൈനസ് കോസ് എ -1 ഇൻറ്റു പ്ലസ് സൈൻ എന്താണ് -1 ഇൻറ്റു പ്ലസ് സൈൻ മൈനസ് സൈൻ എ -1 ഇൻറ്റു പ്ലസ് 1 എന്താണ് -1. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് താഴത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പൊ മേളിൽ ജസ്റ്റ് നോക്കാം, മേളിൽ ഏതെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, കോസെ പ്ലസ് എന്താണ് 2 കോസെ അല്ലേ, കോസെ പ്ലസ് കോസെ 2 കോസെ ആണ്. അതുപോലെ സൈനെ അല്ലെ, ഇവിടെ സൈനെ പ്ലസ് സൈനെ എത്രയാണ് 2 സൈനെ 2 കോസെ പ്ലസ് 2 സൈൻ എ പ്ലസ് 1 -1 ഉണ്ട്, അത് ക്യാൻസൽ ആയിപ്പോൾ 2 കോസെ പ്ലസ് 2 സൈൻ എ ബൈ ഇവിടെ നേരൊക്കെ നമുക്ക് എഴുതാൻ പറ്റും നോക്കുക. ഇവിടെ ഒരു കോസ് സ്ക്വയർ ഉണ്ട്, ഇവിടെ സൈൻ സ്ക്വയർ ഉണ്ട് അല്ലെ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ എന്താണ് 1 ആവും അല്ലെ. സൈനെ കോസെ പ്ലസ് സൈനെ കോസെ ഉണ്ട് അല്ലെ, പ്ലസ് സൈനെ കോസെ ഉണ്ട്, മൈനസ് സൈനെ കോസെ ഉണ്ടോ ഇല്ല. പ്ലസ് സൈനെ കോസെ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് സൈനെ കോസെ ഉണ്ട്. അപ്പം എന്താണ് പ്ലസ് 2 സൈൻ എ കോസ് എ എന്ന് വരും. 2 സൈനെ കോസ് വരും അല്ലെ. അപ്പം ഇത് ആഡ് ചെയ്തു പ്ലസ് 2 സൈനെ കോസ്. ഇവിടെ ഒരു പ്ലസ് കോസെ ഉണ്ട്, അവിടെ ഒരു മൈനസ് കോസെ ഉണ്ട്. ഈ പ്ലസ് കോസയും മൈനസ് കോസയും എന്തായി ക്യാൻസൽ ആയിപ്പോയി. ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അതും ക്യാൻസൽ ആയിപ്പോയി അല്ലെ, അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ ഇതൊക്കെ നമ്മളിപ്പം ചെയ്തതാണ്. അപ്പൊ ഇനി ബാലൻസ് എന്തുണ്ട്, ഇവിടെ ഒരു -1 ഉണ്ട്. ബാക്കിയല്ല ഇത് ക്യാൻസൽ ഈ ടേം എടുത്തു. പിന്നെ ഈ -1 ഉണ്ട്, ആ -1 കൊടുക്കുക. അപ്പൊ ഈ +1 ഈ -1 എന്തായിപ്പോ ക്യാൻസൽ ആയിപ്പോ. അപ്പൊ ബാലൻസ് എന്താണ് 2 കോസെ പ്ലസ് 2 സൈനെ ബൈ 2 സൈനെ കോസെ എന്നല്ലേ. അപ്പൊ ഇത് നമുക്ക് എല്ലാത്തിനും 2 ഉണ്ടല്ലോ, അപ്പൊ 2 കോമൺ ആയിട്ട് പുറത്തെടുക്കാം. അപ്പൊ എന്തോന്ന് 2 ഇൻറ്റു കോസ് എ പ്ലസ് സൈനെ ബൈ 2 ഇൻറ്റു എന്താണ് ബൈ 2 ഇൻറ്റു എന്താണ് സൈനെ കോസെ ഓക്കെ. നമുക്ക് 2 കട്ട് ചെയ്യത്തില്ലേ, 2 പോകത്തില്ലേ, 2 പോയി. ബാലൻസ് എന്താണ് കോസെ പ്ലസ് സൈനെ ബൈ സൈനെ കോസെ അല്ലേ. അപ്പൊ കോസയെയും സൈനെയും കൊണ്ട് ഇത് ഓരോന്നിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും, ബാലൻസിങ് കൊണ്ട് എഴുതണം കേട്ടോ. ഈക്വൽ ടു കോസെ ബൈ സൈനെ കോസെ സൈൻ എ കോസ് എ ഓക്കെ. പ്ലസ് അതുപോലെ എഴുതി സൈനെ ബൈ സൈനെ കോസെ സൈൻ എ കോസ് എ ഓക്കെ. കോസും ക്യാൻസൽ ആയിപ്പോ അല്ലെ, കോസും ക്യാൻസൽ ആയിപ്പോ. സൈൻ എന്തായിപ്പോയി ക്യാൻസൽ ആയിപ്പോയി. ബാലൻസ് ഇവിടെ എന്തുണ്ട് 1 ബൈ സൈൻ എ പ്ലസ് സൈൻ പോയപ്പോ ബാലൻസ് 1 ബൈ കോസ് എ ഓക്കെ. അപ്പൊ നമുക്കറിയാം എന്താണ് 1 ബൈ സൈൻ എന്താണ് കൊസീക്ക ആണ് അല്ലെ. 1 ബൈ സൈൻ വരാം, കൊസീക്ക എടുത്തോടെ കൊസീക് എ പ്ലസ് 1 ബൈ കോസ് എന്താണ് സീക്ക് കൊസീക്ക പ്ലസ് സീക്ക്. പ്രൂവ് ചെയ്തില്ലയോ, ഒരു പ്രൂവ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ പ്രൂവ് ചെയ്ത് കൊടുത്തു. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വായിക്കാം, നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ജസ്റ്റ് വായിക്കാം. പ്രൂവ് ദാറ്റ് 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ മൈനസ് 1 പ്ലസ് 1 ബൈ കോസ് എ പ്ലസ് സൈൻ എ പ്ലസ് 1. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഈക്വൽ ടു കൊസീക്കെ പ്ലസ് സീക്കെ ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ കൊസീക്കെ സീക്കെ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ കിടക്കുന്ന LHS എടുത്തു. LHS എടുത്തിട്ട് നമ്മളിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഓരോ സെക്ഷനും വളരെ ശ്രദ്ധിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. വേറെ അല്ലാതെ നിങ്ങൾക്ക് തെറ്റത്തില്ല. ഫോക്കസ് ചെയ്തിരുന്ന് ശ്രദ്ധ മാറിപ്പോകാതെ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തെറ്റും വരത്തില്ല. സിമ്പിൾ ആണ്. ഇതിനെ നമ്മൾ ആദ്യമേ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് മേലോട്ടും ഇത് ഇങ്ങോട്ടും അല്ലെ. ഇത് കോസെ പ്ലസ് സൈനെ പ്ലസ് 1 ഇൻറ്റു 1 എഴുതി പ്ലസ് എഴുതി. ഇതങ്ങോട്ട് പോകുമ്പോൾ എന്താ കോസെ പ്ലസ് സൈനെ -1 ആയി. ഹോൾ ഡിവൈഡ് ബൈ അങ്ങോട്ടും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അവിടെ ചിലപ്പം പറ്റും, എന്നാലും തെറ്റത്തൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇന്നത്തെ ഓരോ ടേമിനെ എടുത്ത് ഇതിനകത്തുള്ള ഓരോ ടേമായിട്ട് എന്ത് ചെയ്താൽ മൾട്ടിപ്ലൈ ചെയ്താൽ. അപ്പൊ ആദ്യം ഞാൻ കോസെ എടുത്ത് കോസെ ഇൻറ്റു കോസെ എഴുതി കോസ് സ്ക്വയർ. അങ്ങനെ ഓരോ ടേം എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം ഇങ്ങനെ. എന്നിട്ട്
ശ്രദ്ധിച്ചു നോക്കുക. അതിനകത്ത് ക്യാൻസൽ ആക്കി പോകാൻ ഉള്ളത് ക്യാൻസൽ ചെയ്യുക. അതിൽ എടുക്കുന്ന ടേമുകൾക്ക് ഇടയ്ക്ക് ഇതിനൊക്കെ ഒരു ലൈൻ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നില്ല. അത് പെൻസിലെല്ലാം വെച്ചിട്ട് കൊടുത്താൽ അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേഷൻ തെറ്റ് വരത്തില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു പിന്നെ ആലോചിക്കുമ്പോൾ തെറ്റത്തില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ എടുത്തപ്പോൾ എന്താണ്, ഇവിടെ ഒരു പ്ലസ് കോസയുണ്ട്, മൈനസ് കോസയുണ്ട്, അതങ്ങ് വെട്ടിപ്പോയി അല്ലെ, ക്യാൻസൽ ആയിപ്പോയി. പിന്നെ എന്തുണ്ട്, ഇവിടെ ഒരു പ്ലസ് സൈനുണ്ട്, മൈനസ് സൈനുണ്ട്, അതും ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നമുക്ക് കോസ് സ്ക്വയർ സൈൻ സ്ക്വയർ അത് രണ്ടും ഒരുമിച്ച് എടുത്തു, രണ്ടിനും ഒരുമിച്ച് ലൈൻ ഇട്ടു. കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ എന്താണ്, 1 എന്ന് എടുക്കുക അല്ലെ, 1 എന്ന് എടുത്തായിരുന്നു. പിന്നെ എന്തുണ്ട്, ഇവിടെ ഒരു സൈനെ കോസൈൻ, ഇവിടെ സൈനെ കോസൈൻ, അപ്പൊ വീണ്ടും ലൈൻ ഇട്ടു. അപ്പൊ നമുക്കത് എടുത്തു എന്ന് നമ്മളത് ചൂസ് ചെയ്യുന്ന ഇത് ഉറപ്പുവരുത്താൻ വേണ്ടി അങ്ങനെയാണ് ലൈൻ ഇടുന്നത്. സൈനെ കോസൈൻ, 2 സൈനെ കോസൈൻ. പിന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ക്യാൻസൽ ചെയ്തു പോയി. ലാസ്റ്റ് ഒരു -1 ഉണ്ട്. പിന്നെ ഈ സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയറിന്റെ 1 ഉണ്ട്, അത് പിന്നെ നമ്മൾ ഇവിടെ എഴുതിയിട്ട് അതും ക്യാൻസൽ ചെയ്തു. ബാലൻസ് എന്ത് വന്നു, 2 കോസെ പ്ലസ് 2 സൈനെ ബൈ 2 സൈനെ കോസെ. ഇവിടെ പ്ലസ് ഉണ്ട്, ഇവിടെ പ്ലസ് ഒന്നുമില്ല, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ആണ്. സൈനെ കോസെ ഒരുമിച്ച് നടക്കുന്നത്, ഇവിടെ കോസെ പ്ലസ് 2 സൈനെ നടക്കുന്നത്. ഇതിൽ നിന്ന് എല്ലാത്തിനും 2 കോമൺ ആയിട്ട് പുറത്തെടുക്കുക, എന്നിട്ട് 2നെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാലൻസ് എന്ത് വന്നു, കോസെ പ്ലസ് സൈനെ ബൈ സൈനെ കോസെ എന്ന് വന്നു. അപ്പം കോസെ പ്ലസ് സൈനെ ബൈ സൈനെ കോസെ എന്ന് പറയുമ്പോൾ ആദ്യം കോസയെ കൊണ്ട് ഈ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യുക കേട്ടോ. കോസെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, കോസെ ബൈ സൈനെ കോസെ പ്ലസ് അതുകൊണ്ട് എഴുതി സൈനെ ബൈ സൈനെ കോസെ. എന്നിട്ട് കോസെ കോസയും പോയി, സൈനെ സൈനയും പോയി. ലാസ്റ്റ് എന്ത് 1 ബൈ സൈനെ പ്ലസ് 1 ബൈ കോസെ. 1 ബൈ സൈൻ എന്ന് പറഞ്ഞാൽ കോസീക്കും, 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്കോ ആണ്. 1 ബൈ കോസ് എന്ന് പറഞ്ഞാൽ സീക്കോ ആണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മള് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പഠിപ്പിച്ച സെക്ഷനിൽ നിങ്ങൾക്ക് ട്രിഗണോമെട്രിയുടെ എയും ബിയും എക്സസൈസ് എയും ബിയും നിങ്ങൾക്ക് വളരെ സുഖമായിട്ട് ചെയ്യാവുന്ന എക്സസൈസ് ആണ്. ഇനി നമുക്ക് അടുത്ത എക്സസൈസിലോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് ടേബിളൊക്കെ ആവശ്യമായിട്ട് വേണ്ടി വരും, എന്നാലേ വാല്യൂ കുറച്ചുകൂടെ കറക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ എക്സസൈസ് നിങ്ങൾക്ക് ആദ്യത്തെ 2 എയും ബി എക്സസൈസ് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റുഡൻസ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ 25 എയും ബിയും ഇന്നത്തെ എ നിങ്ങളിപ്പോൾ ഒരു 2 തവണ എങ്ങനെയാണ് ചെയ്തതാണ് നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇപ്പൊ 25 ബി ഇങ്ങനെയാണ് നിങ്ങൾ ഇതിന്റെ ഹോംവർക്ക് ചെയ്യാനായിട്ട്. അതായത് ആദ്യം 25 ബി എടുക്കുക, 25 ആണ് ചാപ്റ്റർ ഞാൻ മറന്നുപോയി. ബി എക്സസൈസ് ബി എടുക്കുക. ബി എക്സസൈസ് എടുത്തതിന് ശേഷം ആ എക്സസൈസിനകത്തുള്ള പ്രോബ്ലംസ് എല്ലാം കംപ്ലീറ്റ് പ്രോബ്ലംസ് 2 ടൈംസ് 2 തവണ ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മസ്റ്റ് ആയിട്ട് ഇടണം. എന്നാണ് 2 തവണ. ഏതാണ് ബി എക്സസൈസ് ബി ആണ്. ബി ഈ ട്രിഗണോമെട്രിക്കകത്ത് ബി എക്സസൈസ് 2 തവണ ചെയ്ത് തരണം. എക്കകത്ത് വരുന്ന എക്സസൈസ് ഒരു തവണ അത് ചെയ്യുക. അപ്പൊ ബി എക്സസൈസ് 2 തവണ ചെയ്യണം, എ എക്സസൈസ് 1 തവണ ചെയ്യണം. ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ ക്ലാസ് ഇടുന്ന ദിവസം ആ ദിവസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, അതിന്റെ ഇത് നിങ്ങൾ ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ കാണിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് യൂസ് ഉള്ളൂ. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പേരൻസ് നിങ്ങളുടെ കുട്ടികൾ ഇത് വർക്ക് ചെയ്യുന്നു ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പഠിപ്പിച്ച സെക്ഷനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പ് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ എപ്പോൾ ക്വസ്റ്റ്യൻസ് ഇട്ടാലും അതിനകത്ത് ഒരുപാട് അധ്യാപകരുണ്ട്, അവരെല്ലാവരും ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. ഒരാളില്ലെങ്കിൽ വേറൊരാള് മസ്റ്റായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ അധ്യാപകരുണ്ട്. അപ്പം ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് ആ ഒരു പേടിയൊന്നും വേണ്ട. സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക, ആ സംശയം ക്ലിയർ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ചെയ്യുന്ന മാക്സിമം പ്രോബ്ലം ചെയ്യാനുള്ളത് കൊണ്ടാണ് പരമാവധി ചിലതൊക്കെ നമ്മൾ വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ എഴുതിയിട്ട് അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.